ഇക്കാര്യത്തിൽ ലീഗിനെ വെല്ലുവിളിക്കുകയാണ്. മലപ്പുറം ജില്ലാ വിഭജനം UDF നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമോ എന്നാണ് KT ജലീലിന്റെ ചോദ്യം. അതിനുള്ള ത്രാണി ലീഗിനുണ്ടോ എന്നും എല്ലാ കാര്യത്തിലും മുസ്ലിം ലീഗിൽ രണ്ട് അഭിപ്രായമാണ് ഉള്ളതെന്നും KT ജലീൽ പറയുന്നു. നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ലീഗ് MLA നടത്തരുതെന്നും ജലീൽ വിമർശിക്കുന്നു. കോൺഗ്രസ് മലപ്പുറം ജില്ല വിഭജിച്ച് മറ്റൊരു ജില്ല ഉണ്ടാക്കുന്നതിനോട് എന്ത് നിലപാട് സ്വീകരിക്കും? UDFന്റെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ആ ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിക്കുമോ? ഇത്യാദി കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഏതെങ്കിലും ആളുകൾ നിരുത്തരവാദപരമായി ഒരു ജില്ല രൂപീകരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ പോകേണ്ടവരല്ല മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ MLAയും. ഇപ്പോ ഏകദേശം എല്ലാ പദ്ധതികളും ജനസംഖ്യാനുപാതികമായിട്ടാണ് വീതം വെക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മലപ്പുറം ജില്ലയ്ക്ക് ജില്ലയുടെ ജനസംഖ്യാനുപാതികമായിട്ട് കാര്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അങ്ങനെ ലഭിക്കുന്നുണ്ട് എങ്കിൽ എന്തിനാണ് ഒരു പുതിയ ജില്ല? അതാണ് ഇക്കാര്യത്തിൽ KT ജലീൽ എടുക്കുന്ന നിലപാട്. എന്തായാലും വീണ്ടും മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം ലീഗ് ഉയർത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇടവേളയാണ്, മടങ്ങി വരാം.